പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതലേക്ക് തന്നെ ആമേൻ. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധാവായ ദൈവപുത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധ റൂഹായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഏകദൈവമായ പരിശുദ്ധത്വമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. തന്റെ ദിവ്യകരണത്താൽ അഖിലാണ്ടത്തെ ശോഭിപ്പിക്കുകയും പരിശുദ്ധ പാദസ്പർശനത്താൽ അതിൽ നിരപ്പും സമാധാനം വിതയ്ക്കുകയും ചെയ്ത ഉജ്ജ്വല സൂര്യനായി അശുദ്ധന്മാരെ ശുദ്ധീകരിക്കുകയും കാമാതുരന്മാരെ വെടിപ്പാക്കുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേ, നിന്നിൽ വിശ്വസിച്ചവരുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകളെ കൈക്കൊള്ളണമേ. നിന്റെ ദിവ്യ നൽവരങ്ങളായ സമ്പത്ത് ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ ഭക്തന്മാരുടെ ആത്മശരീരങ്ങൾ പരിപൂർണ സൗഖ്യം കൊടുക്കണമേ. ഞങ്ങൾ ഈ പ്രഭാത സമയത്ത് അങ്ങയുടെ തൃപ്പാദത്തിങ്കിലിരുന്ന് എഴുതാം സങ്കീർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരെ, 20-ാം സങ്കീർത്തനവും 21-ാം സങ്കീർത്തനവും രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവയാണ്. രണ്ടിൻ്റെയും കഥാപാത്രം ദൈവത്തിന് പ്രതിനിധിയായ രാജാവാണ്. ഈ സങ്കീർത്തനം രാജാവ് യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പുള്ള യാഗാർപ്പണ സമയത്ത് ആലാപിക്കുന്നതും 21-ാം സങ്കീർത്തനം രാജാവ് യുദ്ധത്തിൽ വിജയിച്ച് മടങ്ങിയെത്തുമ്പോൾ ഉപയോഗിച്ചിരുന്നതുമാകാം. ദാവീദ് യുദ്ധത്തിന് പുറപ്പെട്ടത് തൻ്റെ രാജ്യത്തിനെതിരായി നിന്ന രാജാക്കന്മാരോടും ഭൗതിക ശക്തികളോടുമായിരുന്നു. ഈ സങ്കീർത്തനങ്ങൾ മിശിഹായെക്കുറിച്ചാകുമ്പോൾ നമ്മുടെ കർത്താവ് യുദ്ധത്തിന് പുറപ്പെട്ടത് മനുഷ്യവർഗത്തിന്റെ ശത്രുവായ സാത്താനോടും അവന്റെ ശക്തിയോടുമായിരുന്നു. അതിനാൽ ഇത് മിശിഹായെക്കുറിച്ചുള്ളതാണെന്ന് വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. ജനങ്ങളും രാജാവും പുരോഹിതന്മാരും പങ്കുകൊള്ളുന്ന ഈ ആരാധനാഗീതത്തിൽ ജനങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയും പുരോഹിതഗണത്തിന്റെ വിജയാശംസകളും ഉൾക്കൊള്ളുന്നു. 1-ാം വാക്യം മുതൽ 5 വരെ രാജാവിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. 6 മുതൽ 9 വരെ പ്രാർത്ഥന കേട്ടു എന്നുള്ളതിൻ്റെ കൃതജ്ഞതയാണ്. 7-ാം വാക്യം ഈ സങ്കീർത്തനത്തിന്റെ സ്വർണവാക്യമായി കാണണം. ഇസ്രായേലിന്റെ ശത്രുക്കൾ ഭൗതിക ശക്തിയിലും സൈനിക ബലത്തിലും ആശ്രയിക്കുമ്പോൾ ഞങ്ങൾ അദൃശ്യനും സർവശക്തനുമായ യഹോവയിൽ മാത്രം ആശ്രയിക്കുന്നെന്ന് ഉച്ചത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ആരിലും ഭയമുളവാക്കുന്ന പൊടിപടലം ഉയർത്തി ഭീതി വർത്തി കടന്നു വരുന്ന രഥങ്ങളും കുതിരകളും ആശ്രയിക്കുന്ന ഈജിപ്തുകാരുടെയും അസ്രീയക്കാരുടെയും ശക്തി പ്രകടനങ്ങൾ ദൈവമുമ്പാകെ ഒന്നും തന്നെയല്ല. ഈ സങ്കീർത്തന വ്യക്തിപരമായ നമ്മുടെ ജീവിതങ്ങളിലും ദേശശുദ്ധിയോടും സാമൂഹിക പ്രതിബദ്ധതയോടും ജീവിക്കുകയും മുന്നേറുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും വിജയാശംസകൾ നേരുവാൻ സമൂഹമായും വ്യക്തിയായും ദൈവം ഓരോരുത്തർക്കും ഓരോ താലന്തുകൾ നൽകിയിരിക്കുന്നു. അവ എപ്രകാരം പ്രാവർത്തികമാക്കുന്നു എന്നതാണ് നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. ജനത്തിൻ്റെയും ദൈവത്തിൻ്റെയും മധ്യത്തിൽ നിൽക്കുന്ന രാജാവിന് കടമകൾ ഏറെ ഉള്ളതുപോലെ നമുക്കും കടമകളേറെ ഉണ്ട്. അത് ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയട്ടെ. അതിന് സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മിൽ വന്ന് സമൃദ്ധിയായി ചൊരിയപ്പെടുമാറായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.